വിനയ പുരസ്കാരം സ്നേഹ പുരസ്കാരം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ വാഹനങ്ങളിലെ ഉച്ചഭാഷണിയിൽ സ്ഥിരമായി കേൾക്കുന്ന പെൺശബ്ദം പൊൻകുന്നം സ്വദേശിനിയായ KN ഷീബയുടേതാണ്. അനൗൺസ്മെന്റ് കേൾക്കുന്നവർക്ക് അതിഷ്ടപ്പെടണമെങ്കിൽ ചില ഗുണങ്ങൾ കൂടിയേ തീരൂ. അക്ഷരസ്ഫുടതയാണ് ഇതിൽ ഏറെ പ്രധാനം. പിന്നെ വേണ്ടത് പ്രത്യേക താളവും ആകർഷകവുമായ ശബ്ദവുമൊക്കെയാണ്. ഇതിലെല്ലാം ഷീബ വിജയിച്ചിട്ടുണ്ട്. ഷീബയുടെ ഈ മൈക്ക് അനൗൺസ്മെന്റ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഷീബയുടെ ഈ മിന്നുന്ന പ്രകടനം തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടോളമായി. 2005 കോട്ടയം ജില്ലയിൽ സാക്ഷരതാ ഇൻസ്ട്രക്ടറായി പ്രവർത്തിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വെള്ളിലക്കുഴിയിലുള്ള അരയ്ക്ക് താഴേക്ക് ചലനം നഷ്ടപ്പെട്ട റാബിയ എന്ന സാക്ഷരതാ പ്രവർത്തക കോട്ടയത്ത് വന്നു. അന്നാണ് ഷീബ ആദ്യമായി അനൗൺസ്മെന്റിനായി മൈക്ക് കയ്യിലെടുത്തത്. വെള്ളിലക്കുഴിയിലെ വെള്ളി നക്ഷത്രമായ റാബിയ ചലനങ്ങൾ സൃഷ്ടിച്ച് ഇത് അക്ഷരനഗരിയിലേക്ക് എന്നായിരുന്നു ആദ്യ അനൗൺസ്മെന്റിന്റെ വാക്കുകളെന്ന് ഷീബ പറയുന്നു. 1990 ആ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ സാക്ഷരതാ യജ്ഞം തുടങ്ങുന്ന ഒരു അവസരത്തിൽ സാക്ഷരതാ പ്രവർത്തകയായ 2 കാലുകൾക്ക് ചലനം നഷ്ടപ്പെട്ട റാബിയ ഈ അടുത്ത കാലത്താണ് മരണമടഞ്ഞത്. മലപ്പുറം ജില്ലയിലെ വെള്ളിനക്കുഴിയുടെ വെള്ളി നക്ഷത്രമായ റാബിയ നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് ഞാൻ ഈ അനൗൺസ്മെൻറ്റ് രംഗത്ത് ആദ്യമായിട്ട് മൈക്ക് കയ്യിലെടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് റാബിയയ്ക്ക് വേണ്ടിയാണ്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വെള്ളിനക്കുഴിയുടെ വെള്ളി നക്ഷത്രമായ റാബിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത് അക്ഷരനഗരിയിലേക്ക് കടന്നു വരികയായി. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ പല സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ ഇലക്ഷൻ കാലത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയുന്നുണ്ട്. അത് പലയിടത്തുനിന്നും ജില്ല വിട്ടും സംസ്ഥാനത്തൊട്ടാകെ എനിക്ക് തോന്നുന്നു 7ഓളം ജില്ലകളിൽ ഇലക്ഷന് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കും നിയമസഭാ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഷീബ പ്രചരണത്തിന് വാഹനങ്ങളിൽ മൈക്ക് എടുക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ള വിവരങ്ങളിൽ അധിഷ്ഠിതമായ വിവരങ്ങളാണ് ഷീബ പറയുന്നത്. ഇടതുപക്ഷ സഹയാത്രികയായ ഷീബ ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രമാണ് അനൗൺസ്മെന്റ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാത്രമല്ല, മറ്റ് സാംസ്കാരിക പരിപാടികൾക്കും ഷീബ അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട്. കോട്ടയം ജില്ലയിൽ മാത്രമല്ല, സമീപ ജില്ലകളിലേക്കും ഇപ്പോൾ ഷീബയുടെ ശബ്ദം മുഴങ്ങി തുടങ്ങി. ബിസിനസ്സുകാരനായ ജോം ആന്റണിയാണ് ഭർത്താവ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.